എന്താ ഇത് ചായക്കട ചേട്ടാ, എത്ര നേരമായി, ഇനിയും സമൂസ വന്നിട്ടില്ലല്ലോ. ഇനി എത്ര നേരം എന്ന് വെച്ചാ ഇങ്ങനെ കാത്തിരിക്കുക? വേഗം നല്ല ചൂടുള്ള സമൂസകൾ എടുത്തോണ്ട് വാ. നീയും എത്ര കാലമായി എന്റെ പറ്റി തീർക്കാതായി ഇരുന്നിട്ട്? ഒരുപാട് നാളായില്ലേ എന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട്. വേഗം റൊക്കം ക്യാഷിങ് എടുക്ക്. രക്ഷിക്കണേ, രക്ഷിക്കണേ, സഹായിക്കൂ, ഇവർ ഞങ്ങളെ കിഡ്നാപ്പ് ചെയ്തു, സഹായിക്കൂ, സഹായിക്കൂ. എന്റെ മോട്ടു വേഗം എന്തെങ്കിലും ചെയ്യേ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്ക്. ഐഡിയ, ചിങ്കം സാറിന് ഫോൺ ചെയ്യാം. ഹലോ ചിങ്കം സാറേ, ഗുണ്ടകള് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ, ഹൈലി ഇംപോസിബിൾ. ചിങ്കം സാറേ, ഇത് ഡയലോഗ് പറയാനുള്ള സമയമല്ല, ആക്ഷനുള്ള സമയമാണ്. നിങ്ങൾ ആ ബസ് നിർത്താൻ നോക്കൂ, ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം. വേഗം വാ മോട്ടു. ചിങ്കം സാറ് വരുന്നതിന് മുമ്പ് നമുക്ക് ആ ബസ്സിനെ തടയണം. അവനോട് നിൽക്കാൻ പറ. അവിടെ നിൽക്കേ. ബസ് വേണമെങ്കിൽ നീ എടുത്തോണ്ട് പോയിക്കോ, പക്ഷെ പിള്ളേരെ ഇറക്കി വിട. അവരെന്തിനാ കൊണ്ടുപോകുന്നത്? എന്റെ മോട്ടു, അതിനവര് കുട്ടികളെയാണ് തട്ടിക്കൊണ്ടു പോകുന്നത്. ബോസ്, ഞാൻ സുപാരി. ഇവിടെ മോട്ടുവും പത്രവും വഴി തടഞ്ഞിരിക്കുക. എന്ത് ചെയ്യണം? അവര് ചെയ്ത തെറ്റിന്റെ ശിക്ഷ അവർക്ക് കിട്ടണം. ബസ് അവരുടെ ദേഹത്തോടെ കേറ്റി വിട്ടേക്ക്. എന്റെ പത്തലു, ഇവന്മാര് നമ്മളെ ഇടിക്കാൻ വരുവാ, ഓടിക്കോ. വരൂ വരൂ, വെൽക്കം. ചിറകുകളില്ലാതെ നിങ്ങൾ പറക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ പറക്കൽ ഇന്ന് കാണുകയും ചെയ്തു. ആർക്കെങ്കിലും വിശക്കുന്നുണ്ടോ? എനിക്ക് വിശക്കുന്നുണ്ട് അനിയ, വല്ലാണ്ട് വിശക്കുന്നുണ്ട്. എന്താ ഉള്ള കഴിക്കാൻ? പക്ഷെ നിനക്കുള്ള ആഹാരം ഈ വെടിയുണ്ടയാണ്. മെനുവില് വേറെ വല്ലതുണ്ടോ കഴിക്കാൻ? തോക്കിലെ ഉണ്ടയ്ക്കൊന്നും വലിയ ടേസ്റ്റ് ഉണ്ടാവൂല. നിനക്കുള്ളത് ഇത് മാത്രമാണ്, പക്ഷെ എനിക്ക് ഒരുപാട് ഡിഷസ് ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാ നിന്നെ പോലെ ഒരു ആക്രാന്തം പിടിച്ചവനെ കാണുന്നേ. കണ്ടില്ലേ കുട്ടികളുടെ ഭക്ഷണം എടുത്തു തിന്നുന്നത്? നല്ല മണം. ആ സുപ്പാരി ഇതുവരെ കണ്ടില്ലല്ലോ. ആ മോട്ടുവിനും പത്രവിനും എന്താ സംഭവിച്ചത് നമുക്ക് എങ്ങനെ അറിയാൻ കഴിയും? ഓ, ഒരു ഫോൺ പോലും എന്നെ എന്താ വിളിക്കാത്തത്? കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് തല കവിതയുടെ കാര്യം വിട്ടിട്ട് സുപ്പാരിയെ ഫോൺ വിളിക്കാൻ നോക്ക്. ഫോണിന്റെ ആവശ്യമില്ല ബോസ്, അവൻ തനിയെ തന്നെ വരുന്നുണ്ട്. മാറിക്കോ. ബോസ് ഞാനാണ്, ഞാൻ പറയുന്നത് അനുസരിച്ചാ മതി. സാധാരണ ആൾക്കാരോടൊക്കെ പറയുന്ന പോലെ എന്നോട് പറയരുത്. വേണമെങ്കിൽ അവരോട് പോയി സൈഡിൽ വീഴാൻ പറയാം. എത്തിക്കഴിഞ്ഞു. മോട്ട് തന്ന ഇടിയിൽ ഞാൻ നക്ഷത്രം എണ്ണിപ്പോയി. കണ്ണിന്ന് പൊന്നീച്ച പറന്നു. മോട്ടു, ഞാൻ നിന്നെ വെറുതെ വിടില്ല. മോട്ടു പത്ലു ഫുർഫുറി നഗരത്തിലെ കുട്ടികളെ തന്റെ ജീവൻ പണയം വെച്ച് രക്ഷിച്ചതിന് ഫുർഫുറി നഗരത്തിൽ ധീരതയ്ക്കുള്ള അവാർഡ് നൽകി ആദരിക്കുന്നു. നന്ദിയുണ്ട്, വളരെ വളരെ നന്ദിയുണ്ട്. താങ്ക് യു വെരി മച്ച്. ഞങ്ങൾ ചെയ്തത് ഞങ്ങളുടെ കടമ മാത്രമാണ്. ഇപ്പൊ നിങ്ങളെല്ലാവരും പോയി ഞാൻ പറഞ്ഞതുപോലെ ചെയ്യേ. മോട്ടു, ഞാൻ നിന്നോട് പ്രതികാരം ചെയ്യാൻ പോവാ. ഹീറോ ഇത് നിന്നെ ഞാൻ സീറോ ആക്കി മാറ്റും. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിത അല്ലേനും പറ്റൂ. പത്ലു സാർ, ഞങ്ങൾക്ക് താങ്കളുടെ ഇന്റർവ്യൂ വേണം. പത്രുജി, എനിക്ക് ഓട്ടോഗ്രാഫ് വേണം. ഓ പത്ലു സാർ, സാറിന്റെ കൂടെ ഒരു ഫോട്ടോ എടുത്തോട്ടെ പ്ലീസ്. എന്റെ പൊന്നു തടിയും ചേട്ടാ, നിങ്ങൾ ആ സൈഡിലോട്ടൊന്ന് മാറി നിൽക്കേ. ഞാൻ ഈ പത്ലു സാറിന്റെ കൂടെ നിന്നൊരു ഫോട്ടോ എടുത്തോട്ടെ. വളരെ നന്ദിയുണ്ട്. സ്മൈൽ പ്ലീസ്.
ഓട്ടോ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? എല്ലാ ബഹുമതിയും പത്തിലവൻ ഒറ്റയ്ക്കാണല്ലോ കിട്ടുന്നത്. പത്തില് പറയുന്നു എല്ലാ കുറ്റവാളികളെയും അവർ ഒറ്റയ്ക്കാ പിടിച്ചത്. ഇല്ല ഇല്ല, പത്തില് ഒരിക്കലും അങ്ങനെയൊന്നും പറയില്ല. അവൻ എന്റെ കൂട്ടുകാരനാണ്. ഞാൻ ഫുർഫുറി നഗരത്തിൽ നിന്നും റിപ്പോർട്ടറാണ് സംസാരിക്കുന്നത്. ബോസിനൊന്ന് ഫോൺ കൊടുക്കൂ. അദ്ദേഹത്തോട് പറയണം എനിക്ക് പത്തുലു സാറിന് ഇന്റർവ്യൂ കിട്ടിയെന്ന്. പത്തുലു സാർ പറഞ്ഞത് മോട്ടുവിന് എപ്പോഴും തീറ്റയുടെ കാര്യം മാത്രമേ ചിന്തയുള്ളൂന്നാ. എല്ലാ പ്രശ്നങ്ങളും പത്തുലു സാർ ഒറ്റയ്ക്കാണ് കൈകാര്യം ചെയ്യുന്നതെന്ന്. അങ്ങനെയല്ല സാർ, മോട്ടു പത്തുലു സാറിന്റെ കൂട്ടുകാരനല്ല, അദ്ദേഹത്തിന് ശിഷ്യനാണ്. അങ്ങേർക്ക് പത്തുലു സാറിനത് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇത് പത്തുലു സാറിനോട് ശരിക്കും പറഞ്ഞതാ സാർ. സാർ സാർ അതായത് ഓട്ടോ എന്റെ മനസ്സിൽ എപ്പോഴും നീയാണ് ഹീറോ. ഈ ഡോഡിനെ ഞാൻ ഇതുവരെ കീഴ്പ്പെടുത്തിയിട്ടില്ല, പക്ഷെ നീ കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. ഇതാ ഈ സമോസ കഴിക്ക്, എന്നിട്ട് നിന്റെ ശക്തി ഇവിടെ എല്ലാവർക്കും കാണിച്ചു കൊടുക്ക്. ഇവിടെ എല്ലാവർക്കും മനസ്സിലാവണം ബോസാന ശിഷ്യനാരാണെന്ന്. എന്റെ അമ്മോ, ഞാൻ നിന്റെ ശിഷ്യനാണല്ലേ? നീ ഇല്ലാതെ എനിക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല അല്ലേ? പറ, ഇനി എന്തൊക്കെയാ ഉള്ള എന്നെ കുറിച്ച് പറയാൻ? എന്റെ മോട്ടു നീ എന്തൊക്കെയായി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ എനിക്കിപ്പോ നിന്നെ കുറിച്ച് എല്ലാം മനസ്സിലായി. ഞാൻ നിനക്ക് കാണിച്ചു തരാവടാ. നിന്റെ ഒരു സഹായം ഇല്ലാതെ ഈ ഭൂമിയിൽ എനിക്കും ജീവിക്കാൻ പറ്റുമെന്ന്. ഓട്ടോ ഇതാ എന്റെ ട്രക്കിന്റെ താക്കോൽ. നീ ഈ ട്രക്കില് പോയി പട്ടണത്തിന് പുറത്തന്നെ കാത്തു നിൽക്കടാ. ഞാൻ ഉടൻ തന്നെ എത്തിയേക്കാം. ഈ ലോകം മുഴുവൻ അറിയണം നിനക്ക് 10 മിനിറ്റ് ഒരാവശ്യവും ഇല്ലെന്ന്. മോട്ടു ഒന്ന് നിക്ക്, എവിടേക്കാ പോകുന്നേ? ബോസ്, ആ ട്രക്കിൽ സ്മഗ്ലിങ്ങിന്റെ സാധനങ്ങളല്ലേ, അതെന്തിനാ മോട്ടുവിന് കൊടുത്തത്? പട്ടണത്തിന് പുറത്ത് പോലീസിന്റെ ചെക്കിംഗ് ഉണ്ട്. ട്രക്ക് ഓടിച്ചോണ്ട് ചെല്ലുമ്പോ പോലീസ് അവരെ പൊക്കിക്കാണും. ഇനി ഒരു പക്ഷെ ചെക്കിംഗ് ഇല്ലെങ്കിൽ നമ്മുടെ സാധനങ്ങളൊക്കെ അപ്പുറത്ത് കടത്താൻ പറ്റും. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല ഐഡിയ ബോസിന്റെ. വെറുതെ തള്ളാതെ ആ വാനിന്റെ പുറകെ പോടാ. Stop in the name of മോട്ടു law. ഒന്ന് നിർത്ത്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്കൊന്നും തന്നെ കേക്കണ്ട. ഞാൻ നിന്റെ ശിഷ്യനല്ല. Motu, stop in the name of law. നിയമമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം. വണ്ടി നിർത്തുക. നിങ്ങളുടെ ഈ സത്യങ്ങളൊക്കെ പത്തുലവിന് തന്നെ കൊടുക്ക്. അല്ലാതെ എനിക്ക് നിങ്ങളുടെ ഈ സത്യങ്ങളെ കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. നിർത്ത്, വണ്ടി നിർത്താൻ. മോട്ടു എന്റെ അമ്മോ. മോട്ടു പത്രോന്റെ കൂട്ടുകെട്ടിനൊരു തീരുമാനമായി. ഇനി ജോണാണ് ഡോൺ. ഈ ജോൺ തന്നെയായിരിക്കും ഡോൺ. ഈ ജോണായിരിക്കും ഡോൺ. ജോൺ തന്നെയായിരിക്കും ഡോൺ. എന്റെ അമ്മോ, ആ മോട്ടിന് നമ്മൾ എത്ര വേഗം മുകളിലേക്ക് പറഞ്ഞേക്കണം. എന്താ അത്ര വലിയൊരു ആഗ്രഹം? മോട്ടു വളരെ ദേഷ്യത്തിലാണ്. നമുക്ക് അവനെ പറഞ്ഞ് ശാന്തനാക്കണം. നമുക്ക് അവനെ പിടിക്കാം, എന്നിട്ട് അവനെ ശാന്തമാക്കാം. മിക്കവാറും അവൻ നമ്മളെ ശാന്തമാക്കുന്ന തോന്നുന്നു. നിർത്ത് മോട്ടു, നിർത്ത്. നീ എന്റെ കൂട്ടുകാരനാണെങ്കിൽ നിന്റെ ഈ തീര സെന്റിമെന്റ് എന്റെ പട്ടിണി മാറ്റുവോ? ഈ ജോൺ ആയിരിക്കും ഡോൺ. ഈ ജോൺ തന്നെയായിരിക്കും. എന്റെ ട്രക്ക് ഇതോണ്ട് പൊങ്ങി പോണ്. എന്താ ഇത്? മോട്ടു നിക്ക. നീ ഇവിടെ എത്തിയോ? എന്തിനാ നിന്റെ ജീവൻ പണയം വെച്ച് ഇങ്ങോട്ട് വന്നത്? നീ അല്ലാതെ എനിക്ക് ഈ ലോകത്ത് മറ്റാരാ ഉള്ളത്? പക്ഷെ നീ പറഞ്ഞു കളഞ്ഞില്ലടാ ഞാൻ നിന്റെ ശിഷ്യനാണെന്ന്. മാത്രമല്ല നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന്. ഇത് നുണയാണ്. ഇത് മുഴുവൻ ആ ജോണിന്റെ പണിയാണ്. എനിക്ക് നിന്നെ കുറിച്ച് എങ്ങനെയാ അങ്ങനെയൊക്കെ പറയാൻ കഴിയാ? നീ എന്നെ എത്ര തവണ രക്ഷിച്ചിട്ടുള്ളതാ നിനക്ക് ഓർമ്മയുണ്ട്? ഒരു തവണ നീ സിംഹത്തിന്റെ മുമ്പിൽ നിന്ന് വരെ രക്ഷിച്ചിട്ടുണ്ട്. മോട്ടു രക്ഷിക്കണേ. വിടാനാ പറഞ്ഞത് അവന്.
നീ എന്താടാ കടുവ ഇവനെ കുറിച്ച് ധരിച്ചു വെച്ചിരിക്കുന്നത്? ചോദിക്കാനും പറയാനും ആളില്ലെന്ന് കരുതിയോടാ? അതെ, എന്നിട്ട് നമ്മളിന്ന് സൗഹൃദത്തിന്റെ പാട്ടും പാടി നൃത്തം വെച്ചല്ലേ? നിങ്ങൾ ഇതെന്ത് കളിയാ കളിക്കുന്നത്? എന്റെ ജീവിതം തന്നെ കോഞ്ഞാട്ടിയായാലേ. നിന്നോട് ഞാൻ പറഞ്ഞതൊന്ന്, നീ ചെയ്തതൊന്ന്. ജോൺ, നീ സത്യം പറ. എന്തിനാ വെറുതെ മോട്ടുവിന്റെ അടുത്ത് ഓരോന്ന് പറഞ്ഞ് ഞങ്ങളെ പിരിക്കാൻ നോക്കുന്നത്? മര്യാദയ്ക്ക് പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ ഇവിടുന്ന് താഴേക്ക് തള്ളിയിടും. ഞാൻ പറയാം. ഇതെല്ലാം എന്റെ പ്ലാനായിരുന്നു. ആ പ്രസിദ്ധി വന്ന ആൾക്കാരും റിപ്പോർട്ടറും എല്ലാം എന്റെ ആൾക്കാരായിരുന്നു. ഞാൻ നിങ്ങളുടെ സൗഹൃദം തകർക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തത്. നീ എന്നോട് ക്ഷമിക്കൂ, ഞാൻ ഇവന്റെ വാക്കിലൊന്ന് വീണുപോയി. കൂട്ടുകാർക്കിടയിൽ നോ താങ്ക് യു, നോ സോറി. ഇന്നാ പിടിച്ചോ, ഈ ട്രോഫിയുടെ അവകാശി നീയാണ്. നീ ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും നമുക്കിത് കിട്ടില്ലായിരുന്നു. ഈ ട്രോഫി നിന്റെ തന്നെയാണ്. നീ വെച്ചോ, ഈ ട്രോഫി നിന്റെയാ? നിന്റെയാണ്. നീ വെച്ചോ. അല്ല, നീ നിന്റെയാ. വെച്ചോ. നിന്റെയാ. നീ അല്ല, വെച്ചോ. നിന്റെയാ. ട്രോഫി നിന്റെയാ. നിന്റെയാണ്. നീയൊക്കെ എന്താ നീ കാണിക്കുന്നത്? ഈ വരച്ചിലേക്കാരി ഓടിച്ചാല് നമ്മള് 3 പേരും പരലോകത്തായിരിക്കും എത്തുന്നത്. ഒന്ന് മതിയാക്കന്റെ മരമണ്ട സുഹൃത്തുക്കളെ. സൗഹൃദത്തിനേക്കാളും വലുതായിട്ട് ഒന്നും തന്നെ ഇല്ല. ഇപ്പൊ നിങ്ങളുടെ സ്നേഹപ്രകടനം നിർത്തിയില്ലെങ്കിൽ പിന്നെ സ്നേഹിക്കാൻ പറ്റില്ല. മോട്ടുവും പത്തലും ഒരിക്കലും തമ്മിൽ പിരിയില്ല.